ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ. വെളിപ്പാട് ദിവസം 6-ാം അധ്യായം 3-ാം വാക്യം മുതൽ നമുക്ക് വീണ്ടും വായിക്കാം. 6-ാം അധ്യായം 3-ാം വാക്യം മുതൽ. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിൻ്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. ഇതിന് സ്തോത്രം. എതിർ ക്രിസ്തുവിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതായിട്ടാണ് ഈ 6-ാം അധ്യായം നാം കാണുന്നത്. എതിർ ക്രിസ്തുവിൻ്റെ അന്ത്യക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഭയങ്കരമായ പീഡകളും വലിയ ഞെരുക്കങ്ങളും എല്ലാം ഉണ്ടാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ചുവന്ന കുതിര പുറപ്പെട്ട് വരുന്നതായിട്ട് കാണുന്നത്. പുറത്തിരിക്കുന്നവന് മനുഷ്യ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഈ ഭീകരാക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, അവിടെയുള്ള വലിയ യുദ്ധങ്ങൾ, ഇതെല്ലാം അന്ത്യക്രിസ്തുവിൻ്റെ പ്രവർത്തനം മൂലം, ആ വ്യാപാരം മൂലം. അന്ത്യക്രിസ്തു ആളത്തുമായിട്ട് വന്നിട്ടില്ല, പക്ഷേ അവൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതുകൊണ്ട്, അധർമ്മത്തിൻ്റെ മർമ്മം പ്രവർത്തിക്കുന്നതുകൊണ്ട് വരുന്നതായ വലിയ ഭീകരമായ ദുരിതാനുഭവങ്ങളാണ് നാം കാണുന്നത്. പിന്നെ അടുത്ത് 5-ാം വാക്യം. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു.
അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. മൂന്നാം ജീവി, അത് വരിക എന്ന് മൂന്നാം ജീവി പറയുമ്പോൾ ഒരു കറുത്ത കുതിര. ഈ കറുപ്പ് എപ്പോഴും ക്ഷാമത്തെ കാണിക്കുന്നു. ലോകത്ത് പലയിടങ്ങളിൽ ക്ഷാമങ്ങളുണ്ടാകും. നമ്മുടെ ഈ ഭാരതഭൂമിയിൽ ഇപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കേരളത്തിൽ അത്ര ദൂരത്ത് ക്ഷാമമില്ലായിരിക്കാം. എന്നാൽ അനേകം സ്ഥലങ്ങളിലും ക്ഷാമം നല്ലപോലെ കൊടുമ്പിരിക്കൊണ്ടിട്ടുണ്ട്. ഭാരതത്തിൽ തന്നെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും അനേകർ ദുരിതമനുഭവിച്ച് കഴിയുകയാണ്. ഈ മറുനാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ജോലിക്കാരൊക്കെ അവിടെയൊന്നും വാസ്തവ ഒരു ഭക്ഷണ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. അവർക്ക് അവിടെ ഒന്നും വലിയ കൂലിയൊന്നുമില്ല, ശമ്പളമില്ല. അതുകൊണ്ട് അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ തയ്യാറായി വരുന്നു. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫ് മേഖലയിലൊക്കെ ആളുകൾ പോകുന്നത് പോലെ ഇന്ന് ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ആസാമിൽ നിന്നും എല്ലാം ആയിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള മലയാളികളെ സഹായിക്കാൻ മറുനാട്ടിൽ നിന്ന് ആളുകൾ വരുന്നു. അപ്പോൾ അതൊക്കെ ക്ഷാമത്തെ കാണിക്കുന്നു. ഇത് ഈ ക്ഷാമത്തിൻ്റെ എല്ലാം പിന്നിൽ അന്ത്യക്രിസ്തുവിൻ്റെ വലിയ കാര്യപരിപാടിയുണ്ട്. ഈ തുലാസ് കയ്യിൽ പിടിച്ചെന്ന് പറയുന്നത് അതല്പം വിശദീകരിച്ച് പറയേണ്ടതുണ്ടല്ലോ. തുലാസ് കയ്യിൽ പിടിച്ചത് ഇത് അന്ന് ഇന്നുള്ളതുപോലെയല്ല. എന്നുള്ളതിനേക്കാൾ വളരെ വളരെ കർക്കശമായ റേഷൻ സമ്പ്രദായമായിരിക്കും. റേഷൻ സമ്പ്രദായം അത് ആഗ്രഹിക്കുന്ന പോലൊന്നും സാധനങ്ങൾ വാങ്ങാൻ കിട്ടുകയില്ല. കിട്ടണമെങ്കിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിൽ കൈത്തണ്ടിലോ അല്ലെങ്കിൽ നെറ്റിയിലോ ഒരു തൊലിക്കകത്ത് ഒരു ചിപ്പ് വെച്ചിരിക്കണം. 666 എന്ന് ഒരു നമ്പർ വെച്ചിരിക്കണം. ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ കയ്യിലൊരു കാർഡുണ്ടെങ്കിൽ ആ കാർഡ് കാണിച്ചാൽ മതി, നമുക്ക് വാതിൽ തുറന്ന് കിട്ടും. ചെറിയൊരു കാർഡ്. അത് പിന്നെ അത് അന്ത്യക്രിസ്തുവിൻ്റെ ഒരു മുദ്രയായിട്ട് മാറും. ഈ 666 എന്നുള്ള മുദ്ര അത് വരാൻ പോകുന്നതിൻ്റെ സൂചനകളൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പം തന്നെ വന്നു കഴിഞ്ഞു. കയ്യിൽ എവിടെയെങ്കിലും ഒരു ചെറിയ കയ്യിൽ ഏതെങ്കിലും ഭാഗത്തൊരു ചെറിയൊരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പുറമേ കാണത്തക്കണമാണെങ്കിലും പുറമേ കാണാമായിരിക്കും, ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കടന്നു പോകാം, അല്ലെങ്കിൽ കടന്നു പോകാൻ പറ്റുകയില്ല. പ്രത്യേക മുദ്രയാണത്. അത് എതിർക്രിസ്തു വരുമ്പോൾ വരാൻ പോകുന്ന വലിയ വലിയ കെടുതിയാണത്. ഇന്ന് ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈ ആധാർ കാർഡും അതെല്ലാം വരുന്ന കാലത്തേക്ക്, എതിർക്രിസ്തുവിൻ്റെ കാലത്തേക്കുള്ളൊരു ഒരുക്കമാണ്. നമ്മിൽ നിന്നുള്ളതായ നമ്മുടെ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് വയ്ക്കുന്നു. ഒറ്റ കാർഡിനകത്ത് നമ്മുടെ സകല വിവരങ്ങളും, നമ്മുടെ വീട്ടുകാരും പേരും മാത്രമല്ല, നമ്മളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ച് വയ്ക്കുന്നു. ഇതെല്ലാം ഒരു കമ്പ്യൂട്ടർ ചിപ്പിൽ ഒതുക്കുന്നു. ഇതെല്ലാം വരാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നതിൻ്റെ ആരംഭമായി കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്നു പേര്. മരണം ഇപ്പോൾ ഉണ്ടാകുന്ന വലിയ അത്യാഹിതങ്ങൾ, വലിയ മരണങ്ങൾ, വലിയ ഭീകരാക്രമണങ്ങൾ അതങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് വലിയ ഭീകരമായ ആക്രമണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ആക്രമണങ്ങൾ വരും. ഇതെല്ലാം ഒരു സൂചനയായിട്ടുള്ളൂ. ഭയങ്കരമായ രീതിയിലുള്ളതായ കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു അഡ്വാൻസ് ആയിട്ടെന്ന് പറയുന്ന പോലെ ഒരു സൂചനയായിട്ട് മാത്രമേ ഇപ്പോൾ ഇത് കാണുന്നുള്ളൂ. ഭീകരാക്രമണങ്ങൾ, ആളുകളെ തട്ടിക്കൊണ്ട് പോവുക, ഭടന്മാരെ, നമ്മുടെ സോൾജേഴ്സിനെ പിടിച്ചുകൊണ്ട് പോവുക, ഇതൊക്കെ നമ്മൾ പത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ. ഇങ്ങനെയുള്ളതായ വലിയ വലിയ കെടുതികൾ സംഭവിക്കുക. വണ്ടി ഓടിച്ചു പോകുമ്പോഴേക്കും പെട്ടെന്ന് വണ്ടി പൊട്ടിത്തെറിക്കുന്നു. കാരണം അവിടെ റോഡിൽ ചില മൈൻ എന്ന് പറയുന്നത് അത് വെച്ചിരിക്കുന്നിടത്ത് വണ്ടി കയറുമ്പോഴേക്കും പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. വണ്ടിയിലുള്ള എല്ലാവരും മരിക്കും. ഇങ്ങനെയെല്ലാം ഉള്ള സമ്പ്രദായങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും തന്നെ അതുണ്ട്. മരണം. പിന്നെ പാതാളം അവനെ പിന്തുടർന്നു. മരണവും പാതാളം അവനെ പിന്തുടർന്നു. പാതാളം അവനെ പിന്തുടർന്നു. മരണവും പാതാളവും ബോത്ത് വിൽ വൺ ഡേ ബി കാസ്റ്റ് ഇൻ ടു ഹെൽ. ഒരിക്കൽ ഈ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്ന ഒരു സമയം വരുന്നുണ്ട്.
മരണവും പാതാളവും ഒരു വ്യക്തിയായിട്ട് കാണിച്ചിരിക്കുകയാണ്. മരണവും പാതാളവും രണ്ടുപേരെ. അത് മരണത്തെ തുടർന്ന് പാതാളം പിന്തുടർന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. പാതാളം എന്താണെന്നോ മരണത്തിന് ശേഷം വരാൻ പോകുന്നത് എന്താണെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വ്യക്തമായിട്ട് അറിയുന്നൊരു സമയം വരും. പാതാളവും മരണവും വന്ന് മനുഷ്യരെ നിത്യമായ അന്ധകാരത്തേക്ക് കൊണ്ടുപോകുന്ന കാലം വരുന്നു. അതിനെല്ലാം ഉത്തരവാദിയായിരിക്കുന്നത് എതിർക്രിസ്തുവിൻ്റെ ആത്മാവാണ്, അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ്, അതിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മരണം, ഡെത്ത് ക്ലെയിംസ് ദ ബോഡി, മരണം ശരീരത്തെ അവകാശപ്പെടുന്നു. പാതാളം ക്ലെയിംസ് ദ സോൾ, പ്രാണനെ പാതാളം പിടികൂടുന്നു. മരണം ശരീരത്തെ പിടികൂടുന്നു, പാതാളം സോൾ പ്രാണനെ പിടികൂടുന്നു, ആത്മാവിനെയല്ല. എന്ന് പറഞ്ഞാൽ ഓർക്കുക, മരണവും പാതാളവും പിന്തുടർന്നു വരുന്നു. പാവപ്പെട്ട മനുഷ്യരൊന്നും അറിയുന്നില്ല, നാശത്തിലേക്ക് പോയി കഴിയുമ്പോഴേ അറിയുന്നുള്ളൂ, മരണം കഴിയുമ്പോഴേ അറിയുന്നുള്ളൂ. കൂട്ടമരണങ്ങൾ, വലിയ സമൂഹമായിട്ട് മരിക്കുന്ന അനുഭവങ്ങൾ, കൂട്ടത്തോടെ മരിക്കുന്ന അനുഭവങ്ങൾ, മാരകമായ രോഗങ്ങൾ നമുക്കറിയാമല്ലോ. പണ്ട് എന്നത്തേക്കാൾ കൂടുതൽ ക്യാൻസർ രോഗം പെരുകിക്കൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ക്യാൻസർ രോഗം ഇന്ന പ്രായത്തിൽ നിന്നില്ല, കൊച്ചു കുട്ടികളിൽ വരെ ക്യാൻസർ രോഗം. ഒരാൾ വിളിച്ച് പറഞ്ഞു, കുഞ്ഞിന് ക്യാൻസറാണ്, എത്ര 3 വയസ്സ് മറ്റേ ഉള്ളൂ, ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ, രക്തത്തിൽ ക്യാൻസർ. ഇതൊക്കെ ഇങ്ങനെ എല്ലാം വരുന്നതെല്ലാം ഈ പ്രകൃതിയിൽ വരുന്നതായ ചില വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെയാണ്, പ്രകൃതിയിൽ വരുന്നതായ ചില മാറ്റങ്ങൾ കൊണ്ടൊക്കെയാണ് ഇത് വരുന്നത്. ക്യാൻസർ രോഗം വരുന്നു പ്രകൃതിയിൽ. നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ പ്രകൃതിയിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടാകുന്ന മായ ചേർക്കുന്നുണ്ടായൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ്സ്, കീടനാശിനികൾ മൂലമൊക്കെ ആയിരിക്കാം. ഏതെല്ലാമോ കാരണങ്ങളാൽ ഇന്ന് ക്യാൻസർ പെരുകിക്കൊണ്ടിരിക്കുന്നു. പല കുടുംബങ്ങളും നെടുവീർപ്പിലാണ്. കൊച്ചുകുട്ടികൾ, 3 വയസ്സൊക്കെയുള്ള കുട്ടിയൊക്കെ ക്യാൻസർ വരിക എന്ന് പറഞ്ഞാൽ എന്ത് സങ്കടം, പാവം. അനുഭവിക്കാൻ അറിയാമോ? അത് ആ വേദന താങ്ങാൻ പറ്റുമോ? പ്രായമാളാണെങ്കിൽ വേദന സഹിച്ച് നിൽക്കാൻ പറ്റുമെന്ന് വയ്ക്കാം. കൊച്ചുകുട്ടിക്ക് എങ്ങനെ സഹിക്കും? എപ്പോഴും കരച്ചിൽ തന്നെ. എന്തൊരു യാതനയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി, അത് ഭീകരനായ അന്ത്യക്രിസ്തുവാണ്. സാത്താൻ്റെ വകയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സാത്താൻ്റെ സ്വന്തമായ പ്രവർത്തനങ്ങൾ കൊണ്ടിലാണ് ഇന്ന് മനുഷ്യജാതി ഇങ്ങനെ യാതന അനുഭവിച്ച് കഴിയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു, കേരളത്തിൽ ഈ ക്യാൻസർ വളരെ വേഗം പടർന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ വേഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം കൃപ ചെയ്ത് ക്യാൻസർ രോഗത്തിന് ദൈവം ഒരു ചികിത്സകളൊക്കെ തരുന്നുണ്ട്, ചിലത് മാറുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഈ മജ്ജ മാറ്റി വയ്ക്കണം, ബോൺ മാരോ മാറ്റി വയ്ക്കണം, 40 ലക്ഷം രൂപയാവും. പാവം എവിടെ നിന്നുണ്ടാവും 40 ലക്ഷം രൂപ? 1 ലക്ഷം രൂപ പോലും എടുക്കാനുള്ള സ്വന്തമായി കഴിവുള്ള ആളല്ല. വളരെ വേദനയോട് പറയുകയാണ്, എന്താ ചെയ്യണേ, അറിയാൻ പാടില്ല, എന്ത് ചെയ്യും, താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇതുപോലുള്ളതായി രോഗം. ഇതെല്ലാം ഈ കറുത്ത കുതിര പ്രത്യക്ഷപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അത് വരാൻ പോകുന്ന യാതനകളുടെ കാര്യമാണ് പറയുന്നത്. അടുത്തത്, അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. കാൽഭാഗം ഭൂമിയുടെ കാൽഭാഗത്തിന്മേൽ ഈ മഹാബാധകൾ, കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവങ്ങൾ, ക്ഷാമങ്ങൾ, മഹാവ്യാധികൾ, ഇങ്ങനെയെല്ലാം സമൂഹം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളതായ എല്ലാ പ്രവർത്തനങ്ങളുമാണ് അപ്പോൾ നടക്കുന്നത്. പിന്നെ അടുത്തത്, അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. അനേകം പേര് അറുക്കപ്പെട്ടു. എന്താ? ദൈവവചന നിമിത്തം. വചനം പറഞ്ഞ ഒരൊറ്റ കാരണം മൂലം, ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അവരുടെ സാക്ഷ്യം മൂലവും, ജീവിതത്തിൽ എടുത്തതായ അനുഭവത്തിൻ്റെ ബലത്തിലുള്ളതായ സാക്ഷ്യം മൂലവും അറുക്കപ്പെട്ടതായ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ കണ്ടു. ആത്മാക്കൾ അനേകം പേരങ്ങനെ കൊലയ്ക്ക് കൊടുക്കാനിട വന്നു, ജീവിതം നശിക്കാനിട വന്നു. അവർ പിന്നെ എന്താ ചെയ്യുക? അവർ നിലവിളിക്കുകയാണ്. വായിക്കാം. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. ദൈവത്തിന് സ്തോത്രം. അവർ കരയുകയാണ്, കർത്താവേ, ഞങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്ന, ഇത്ര നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ യാതന ദുരിതം നീ എന്താണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്?
ഇതിനെ ഒരു ഒരു ഏതെങ്കിലും ഒരു പ്രതികാരം നീ ചെയ്യാത്തത് എന്താണ്? ഈ ഉപദ്രവിക്കുന്നവരെ ഒരു കാരണമില്ലാതെ ഞങ്ങൾ ഉപദ്രവിക്കുന്നല്ലോ, നീ എന്താ ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു കാണിച്ചെന്ന പാഠം അതല്ല. പിതാവേ, ഇവർ ചെയ്യുന്നതിനെന്ന് ഇവരറിയാൽ ഇവരോട് ക്ഷമിക്കണം. എന്നാൽ ഒരു സമയം വരുമ്പോൾ, താങ്ങാൻ വയ്യാത്ത സ്ഥിതി വരുമ്പോൾ, മനുഷ്യർ, ബലഹീനരായ മനുഷ്യർ നിലവിളിക്കുന്നു, കർത്താവേ, നീ ഇത് കാണുന്നില്ലേ? നിൻ്റെ നാമഹേതുവായിട്ടല്ലേ, നിൻ്റെ സാക്ഷി നിമിത്തമല്ലേ കർത്താവേ ഞാനിത് യാതന അനുഭവിക്കുന്നത്? ഞാൻ മറ്റു മനുഷ്യരെ പോലെ തോന്നിയ പോലെ ജീവിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ പീഡ വരില്ലായിരുന്നല്ലോ. കർത്താവേ, നീ ഇത് കാണുന്നില്ലേ എന്ന് നിലവിളിക്കുന്നത് കേട്ടു എന്നാണ്. എന്നുവെച്ചാൽ വിശ്വാസികൾ പോലും വിശ്വാസം ത്യജിക്കുന്ന സമയം വരും. വിശ്വാസികൾ പോലും അവരുടെ വിശ്വാസത്തിന് കേടുവരുന്നു, വിശ്വാസത്തിന് ഭംഗം വരുന്നു. ഇത്രയും ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നിട്ട് എനിക്ക് ഒന്നല്ലോ എന്നുള്ള നിലവിളി പൊങ്ങുന്നു. വിശ്വാസികൾ പോലും അവരുടെ വിശ്വാസം ത്യജിക്കുകയാണ്, ദൈവത്തിലുള്ളതായ ആശ്രയം ത്യജിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃകയിൽ നിന്ന് പുറകോട്ട് പോകുന്ന വിശ്വാസത്യാഗം സംഭവിക്കുന്നു. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും പിന്നെ അധർമ്മമൂർത്തി വെളിപ്പെടുകയും വേണം. ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കും. 2 തെസ്സലോനിക്കർ 2 അധ്യായത്തിൽ വായിച്ചു, ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ അക്ഷരികമായി വെളിപ്പെടും. നേരെ ഒരു രൂപമായിട്ട്, ആളായിട്ട് തന്നെ വരും. ആദ്യം അതിന് മുൻപ് വിശ്വാസത്യാഗം സംഭവിക്കും. അനേകം പേരുടെ വിശ്വാസം തണുത്തു പോകും. വിശ്വാസികൾ അനേകർ തളർന്നു പോകും. ഞാൻ കർത്താവിന് വേണ്ടി നിന്നിട്ട് എനിക്കിത് തന്നല്ലോ എന്നുള്ള പരാതി മനസ്സിൽ വരും. ദൈവമേ, നീ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഒരു അനീതിക്കും പോയില്ലല്ലോ, എന്നിട്ട് എനിക്ക് ശിക്ഷ വരുന്നത് എന്താണ്? ആളുകളുടെ മനസ്സിൽ ചോദ്യം വരും. അതോടുകൂടി വിശ്വാസം പോവുകയാണ്, ദൈവത്തിലുള്ള വിശ്വാസം പോകുന്നു. ഘോരമായ കാലമാണ്, വലിയ അപകടം പിടിച്ച കാലമാണ്. കാരണം വിശ്വാസം പോയാൽ പിന്നെ എന്താ എവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? വിശ്വാസം പോകരുത്, എന്ത് വന്നാലും വിശ്വാസം പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. നമുക്കൊരു ഭാഗ്യവശാൽ വിശ്വാസം കിട്ടി, ക്രിസ്തുവിലുള്ള വിശ്വാസം കിട്ടി. ഞാൻ പറയാറുള്ളതുപോലെ വീണ്ടും പറയുകയാണ്, ഒരു കൂട്ടായ്മയിലുള്ള വിശ്വാസം അല്ല നമുക്ക് കിട്ടിയത്, ഏതെങ്കിലും ഒരു മനുഷ്യ വ്യക്തിയിലുള്ള വിശ്വാസമല്ല നമുക്ക് കിട്ടിയത്. നമുക്ക് കിട്ടിയത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ക്രിസ്തു, സാക്ഷാൽ ക്രിസ്തുവിലുള്ള വിശ്വാസം കിട്ടി. ഈ വിശ്വാസത്തിന് ഭംഗം വരാം, വിശ്വാസം മനുഷ്യ ത്യജിക്കാനിട വരാം, സാധ്യതയുണ്ട്. കാരണം പീഡകൾ അതുപോലെ പെരുകി വരുന്നു, അക്രമങ്ങൾ പെരുകി വരുന്നു, അനീതി പെരുകി വരുന്നു, മനുഷ്യജീവിതം ദുസ്സഹമായി വെച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത രീതിയിലായിത്തീരുന്നു. അപ്പോൾ അങ്ങനെ വിശ്വാസത്യാഗം സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ആ നാളുകൾ ചുരുങ്ങുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മത്തായി സുവിശേഷം 25 അധ്യായം എടുക്കാം. ഇവിടെ നടക്കുന്ന ഈ പീഡകളുടെ കാര്യമെല്ലാം കർത്താവ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. മത്തായി 24 അധ്യായം 24 വായിച്ച്. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ഒരു ജാതി അതേ ജാതിയോട് തന്നെ എതിർക്കുന്നു, ഒരു രാജ്യം അതേ രാജ്യത്തിൽ തന്നെ എതിർപ്പ് ഉണ്ടാകുന്നു. ഇതൊക്കെ നമുക്ക് കാണുന്ന കാര്യങ്ങളല്ലേ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോട് എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. എല്ലാം പ്രസവവേദനയുടെ ആരംഭം മാത്രം. ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, പീഡിപ്പിക്കും, നിങ്ങൾ കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. എൻ്റെ നാമനിമിത്തം സകല ജാതികൾ നിങ്ങളെ പകയ്ക്കും. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും വെറുക്കും, എല്ലാ വിധത്തിൽ നിന്നൊക്കെ എതിർപ്പുണ്ടാകും. സകലരും വെറുക്കും, എല്ലാവരും നിങ്ങളെ പകയ്ക്കും. പിന്നെ പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കള്ളപ്രവാചകന്മാർ വന്ന് പലരെയും തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. നല്ല സ്നേഹത്തോടെ ജ്വലിച്ചു നിന്നിരുന്ന അനേകര് സ്നേഹം തണുത്തുപോയി, എല്ലാം പോയി, ആത്മീയം പോയി, അങ്ങനെ തീരുന്ന അവസ്ഥ വരും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. സ്തോത്രം. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും, എന്നാൽ അവസാനത്തോടെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഭൂലോകമൊക്കെയും സുവിശേഷം, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും.
ഇന്ന് സുവിശേഷം ധൃതഗതിയിൽ കൊടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഒരാലോചന തരുന്നത് എന്തുകൊണ്ടാണ്? കാലം തീരാൻ പോവുകയാണ്. കഴിയുന്നിടത്തോളം സുവിശേഷം എത്തിക്കുക. ദൈവത്തിന് സ്തോത്രം. അനേകം ദൈവമക്കൾ കഷ്ടപ്പെട്ട് വാഹനം കയറി അവർ ത്യാഗം സഹിച്ച് നടന്ന് വെയിലേറ്റും കാടിയും വിശപ്പ് പിടിച്ചും ആഹാരമില്ലാതെ ഇങ്ങനെ നടന്ന് ഓരോ വീടുകൾ കയറി ആളുകൾ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്താണ് എൻ്റെ പിന്നിൽ? ഒരേ ഒരു ഉദ്ദേശം മാത്രം, കാലം തീരാൻ പോകുന്നു. സുവിശേഷം കൊടുക്കാവുന്നിടത്തോളം കൊടുക്കുക. എത്രത്തോളം പേർക്ക് കൊടുക്കാൻ പറ്റും, എത്രത്തോളം വീടുകൾ സന്ദർശിക്കാൻ പറ്റും, നാം ചെയ്യാനുള്ളത് ചെയ്യുക. ഒരുപക്ഷേ ചിലർ നമ്മളെ എതിർത്തുനിന്ന് വരും, വേണ്ട നിങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു വരും. ഒട്ടും പരിഭ്രമിക്കേണ്ട. വളരെ വിനയപൂർവ്വം താണ്, ഒരക്ഷരം മറുത്ത് പറയാതെ വിനയപൂർവ്വം പോന്നുകൊള്ളുക. കാരണം പക്ഷേ നമുക്ക് കടമുണ്ടായിരിക്കില്ല. അവർക്ക് കൊടുക്കാൻ നാം ചെന്നു വാങ്ങിയില്ല, നമ്മുടെ കടം പോയി, കടമുണ്ടാവില്ല, അല്ലെങ്കിൽ കടമായിരിക്കും. കർത്താവിൻ്റെ വചനം ഇത്രയും വേഗം ആളുകളുടെ കയ്യിൽ എത്തണം. എത്രയും വേഗം ആളുകൾ വചനം കേട്ട് മനം തിരിയണം. ഒരുപക്ഷേ അവർ അന്നേരം സ്വീകരിച്ചില്ലെങ്കിൽ പോലും പിന്നീട് ചിന്തിക്കാനിടയാകും. അങ്ങനെയെങ്കിലും ഒരു വിത്ത് അവിടെ കിടക്കും. നാം അവിടെ ചെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീട്ടിൽ ചെന്നാൽ ആ യേശുക്രിസ്തുവിൻ്റെ ആ നാമം അവിടെ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അങ്ങനെ ചിലരെ മനം തിരിയും. അങ്ങനെ ദൈവനാമം മഹത്വപ്പെടും. ദൈവത്തിന് സ്തോത്രം. അടുത്ത 15-ാം വാക്യം മുതൽ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ. അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ എങ്ങനെ അതിനെയൊക്കെ വിശദീകരിക്കും? നിൽക്കരുതാത്ത സ്ഥലത്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കുന്നു. നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ ആത്മീയ രംഗങ്ങൾ പലതും എല്ലാം വഴിതെറ്റിപ്പോകുന്നത് കാണുന്നില്ലേ? അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ ഭയപ്പെടുകയാണ്. അനേകരിതൊന്നും അറിയുന്നില്ല. ഇന്നത്തെ സമൂഹം നാശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആരും ചിന്തിക്കുന്നില്ല. ശൂന്യമാക്കുന്ന മ്ലേച്ഛത. യാതൊരു നീതിയില്ല, നിഷ്ഠയുമില്ല, വിശുദ്ധിയില്ലാതെ ദൈവവചനം പ്രസംഗിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. വചനം പ്രസംഗിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇതെല്ലാം കാണുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? കർത്താവേ, നിൻ്റെ വചനം നിറവേറി വരുന്നല്ലോ. കർത്താവേ, നിൻ്റെ വചനം നിറവേറിക്കൊണ്ടിരിക്കുന്നല്ലോ. ദൈവമേ, ഞാൻ ഇനിയും ഒരുങ്ങാതിരുന്നാൽ എന്ത് ചെയ്യും? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി ഒരുങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കർത്താവേ, ഇനി കാലം എത്രയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. എത്ര കാലമുണ്ട്? ഉള്ള കാലം. ദൈവത്തിന് സ്തോത്രം. ഈ ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, ഇപ്പോൾ നിങ്ങൾ ഇത്രയും ആളുകൾക്ക് വരുന്നു, ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുമോ? ഞാൻ ജീവിതത്തിൻ്റെ അവസാനം മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും ദുഃഖത്തോടെ നിൽക്കാൻ പറ്റും. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചിന്തിച്ച കാര്യമാണ് പറയുന്നത്. ഇത്രയും ദൈവമക്കൾക്ക് എന്നെ സ്നേഹമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശരി, പക്ഷേ ഞാനെന്ന് പറയുന്ന മനുഷ്യൻ നേരിട്ട് ഞാനല്ലേ മരണത്തെ അഭിമുഖീകരിക്കുന്നത്. ഞാൻ അഭിമുഖീകരിക്കുമ്പോൾ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്നവരെ കാണാം. അതല്ലേ ഉള്ളൂ. എല്ലാവരും ദുഃഖത്തോടെ നിൽക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ എൻ്റെ യേശുവിനെ പിടിച്ച് യേശുവിൻ്റെ വിശുദ്ധി ഞാൻ പ്രാപിച്ചില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാനൊക്കെയില്ലല്ലോ. ഞാൻ ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഫലമില്ലല്ലോ. എനിക്ക് എന്തെല്ലാം സൗകര്യമുണ്ടെന്ന് പറഞ്ഞാലും ഫലമില്ലല്ലോ. ഞാൻ വചനം പറയുന്ന ആളാണെന്നുള്ളതുകൊണ്ട് ഫലമില്ലല്ലോ. എൻ്റെ ജീവിതത്തിലെ കറകൾ മാറിയില്ലെങ്കിൽ, എൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ മാറിയില്ലെങ്കിൽ, എൻ്റെ ജീവിതത്തിലെ പാവം മാറിയില്ലെങ്കിൽ ഞാൻ നിസ്സഹായനായി പോകുമല്ലോ. എൻ്റെ ജീവിതത്തിൽ വിശുദ്ധീകരണം പ്രാപിച്ചില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ ആത്മാവിനിൽ വസിക്കുന്നില്ലെങ്കിൽ ഞാൻ നിസ്സഹായനായി പോകുമല്ലോ. എനിക്ക് ഒരു പിടിയും കിട്ടാതെ ഞാൻ അന്ധകാരത്തിലേക്ക് പോകുമല്ലോ. അതുകൊണ്ട് എൻ്റെ ആത്മാവിൻ്റെ കാര്യം ഞാൻ നോക്കിയേ പറ്റൂ. കറകളുണ്ടെങ്കിൽ തിരുത്തിയേ പറ്റൂ. ഞാൻ ചിന്തിച്ചു, എൻ്റെ കർത്താവേ, ഇനിയും എന്തെല്ലാമാണ് തിരുത്താനുള്ളത്, ഇനി എന്തെല്ലാമാണ് മാറ്റാനുള്ളത്, എവിടെയെല്ലാമാണ് തിരുത്താനുള്ളത്. ഞാനിരുന്ന് ആലോചിക്കുകയായിരുന്നു. എന്തെല്ലാം ഇനിയുണ്ട്. ഇനിയും തിരുത്തേണ്ടത് എന്തെല്ലാം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാനോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇനിയും ഒട്ടും വൈകരുത് ക്രിസ്തുവിനെ പ്രാപിക്കാൻ. ഇനി ഒട്ടും വൈകരുത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ. ഇനി ഒട്ടും വൈകരുത്. എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, ഉയർന്ന ജോലി ഉണ്ടെന്നിരിക്കട്ടെ, നല്ല വരുമാനമുണ്ടെന്നിരിക്കട്ടെ, നല്ല വീടുണ്ടെന്നിരിക്കട്ടെ, സൗകര്യപ്രദമായ കാര്യങ്ങളെല്ലാം ഉണ്ടെന്നിരിക്കട്ടെ, ആരെല്ലാം സഹായികളുണ്ടെന്നിരിക്കട്ടെ, എല്ലാം ഉണ്ടെങ്കിലും യേശുക്രിസ്തുവിന്
പ്രസാദകരമായ ജീവിതം നിങ്ങൾ നയിച്ചില്ലെങ്കിൽ നഷ്ടമാണ്, തീരാ നഷ്ടമാണ്. ഒരിക്കലും വരരുത്. നിങ്ങൾ തന്നെ സമർപ്പിക്കുകയോ താൻ കരങ്ങളിലേക്ക് കൊടുക്കൂ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. അവിടെ ദൂതന്മാർ ഞങ്ങളെ കാവൽ ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം. തിരുവചനം ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഒരുങ്ങുവാൻ ഞങ്ങൾക്ക് ആത്മാവ് ഞങ്ങളെ ഹേമിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും തൊടണമേ അല്ല കർത്താവേ, അനുഗ്രഹിക്കണ കർത്താവേ. തീരുമാനമെടുത്തവരുടെ പേര് മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പൊന്നുകരങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏൽപ്പിക്കുന്നത് രണ്ടാമത്തെ എല്ലാവരെയും ഒരുക്കണമേ. യേശുനാഥൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.